സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഇപ്പോൾ നിങ്ങൾക്കൊരു സന്ദേശം നൽകുന്നുണ്ടാവും. വീട്ടിലെ ഇന്നയാൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഈ സമയത്ത് അവരെയാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ നിയോഗമായിട്ട് നമ്മുടെ കൈകളിലുള്ളത്. നമ്മുടെ വീട്ടിൽ ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി അതൊരു നിയോഗം പോലെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന അങ്ങേയറ്റം ആവശ്യമുള്ള ആരോ ഉണ്ട്, ആ ആളെ ഓർക്കുക. നമ്മുടെ പ്രാർത്ഥന അങ്ങേയറ്റം ആവശ്യമുള്ള ഒരു വ്യക്തി, ഒരു പക്ഷേ ഏതെങ്കിലും മാനസിക ദുഃഖത്തിൽ കഴിയുന്ന വ്യക്തിയാവും, ശാരീരിക രോഗപീഠകൾ കഴിയുന്ന വ്യക്തിയാവും. കർത്താവെ, ഇന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവരുടെ പ്രാർത്ഥന നിയോഗമാണ് നമ്മുടെ കരങ്ങളിലുള്ളത്. ഓൺലൈനിലും ഓഫ്ലൈനിലും പങ്കെടുക്കുന്ന സകലരും വിശ്വസിക്കുന്നു. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് അങ്ങയുടെ അത്ഭുതകരമായ ശക്തി അവരിലേക്ക് വെളിപ്പെടട്ടെ. അവരുടെ നിയോഗം അതെന്തു തന്നെയാണെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ അവരിൽ ഉണ്ടാവണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്. ഒരുപക്ഷെ അവർക്ക് ഇതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുന്നില്ല. അവരൊരു പക്ഷേ കിടപ്പ് രോഗികളാവും, വീട്ടിലേതെങ്കിലും ഭാരത്തിൽപ്പെട്ടവരാവും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവർക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ. സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കെട്ടുകൾ അഴിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവകൃപ ഞങ്ങൾ വെളിപ്പെടട്ടെ. ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾ വെളിപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു കർത്താവേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. വലിയൊരു ശക്തി, വലിയൊരു വെളിപ്പെടുത്തല് ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ആരാധന. കൈകളടിച്ച് കണ്ണുകളടച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാവണമേ. ആഗ്രഹിച്ച് കൈയടിച്ച പോരാ, നന്നായിട്ട് കൈയടിച്ചേ. ആശ്വാസദായകനെ, ദൈവ ചൈതന്യമേ, ചേർന്ന് പാടി. ആശ്വാസദായകനെ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ. ആശ്വാസദായകനെ, ജീവനദിയായി ദൈവ ചൈതന്യമേ, ആത്മാവേ. കരങ്ങൾ ഉയർത്തി കൈകളടിച്ച് നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. പടിയെ നിറഞ്ഞിടുക, എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. പാടാമോ? നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. പടിയെ നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, ആശ്വാസദായകനേ,
ഞങ്ങളുടെ ഹൃദയഭാരം മനസ്സിലാക്കുന്നവനെ, കണ്ണുനീരോടെ വിളിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടണമേ. ആരാധന കർത്താവേ. കൈകളടിച്ച് നന്നായിട്ട് കൈയടിച്ചേ പോരാ. അഗ്നിച്ചിറകുള്ള ആത്മാവ്, ആശ്വാസദായകൻ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്നവൻ ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടുന്ന സമയമാണ്. ആഗ്രഹിക്കണം. യെസ്, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ കർത്താവ് ഈ അത്ഭുത പ്രവർത്തികൾ സംഭവിക്കട്ടെ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ വലിയൊരു ദൈവിക ഇടപെടൽ എൻ്റെ ജോലി സ്ഥലത്തുണ്ടാവട്ടെ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാമ്പത്തിക മേഖലകൾ കർത്താവ് ഇടപെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മക്കളിൽ കർത്താവ് ഇടപെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാ വ്യക്തികളിലും അഭിഷേകം നിറയട്ടെ. സകല മദ്യപാനികളിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. മദ്യപാനം മൂലം കുടുംബത്തിലുള്ള ഭാരത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ആശ്വാസം നൽകട്ടെ. മുറിവേറ്റ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് സൗഖ്യപ്പെടുത്തട്ടെ. സകല പൈശാചിക പീഡകളുടെ കെട്ടുകളും പരിശുദ്ധാത്മാവ് അഴിക്കട്ടെ. വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കിട്ടട്ടെ. തെറ്റായ ബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കട്ടെ. പൈശാചിക കൂട്ടുകെട്ടുകളെ ബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കട്ടെ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് മരവിച്ച ഹൃദയങ്ങളെ മനസ്സിലാക്കുന്നു. മരവിച്ച ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് സൗഖ്യപ്പെടുത്തുന്നു. നിന്നെ മരവിപ്പ് കർത്താവ് മാറ്റട്ടെ. പ്രാർത്ഥിക്കാനുള്ള തടസ്സം മാറ്റട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന. Mighty power, 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 mighty the Holy Spirit. ഓ ദൈവത്തിന്റെ ആത്മാവ് സഞ്ചരിക്കട്ടെ. അനേകരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. ദൈവശക്തി വെളിപ്പെടുന്നു. അനേകരുടെ ശരീരത്തിൽ അഭിഷേകം നിറയുന്നു. Yes, the power, anointing. സകല തിന്മയുടെ കെട്ടുകൾ പൊട്ടിക്കട്ടെ. സകല തിന്മയുടെ കെട്ടുകൾ കർത്താവ് പൊട്ടിക്കട്ടെ. പൈശാചിക പീഡകളെ കർത്താവ് ബന്ധിക്കുന്നു. വലിയ അഭിഷേകം വെളിപ്പെടുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് അഭിഷേകം ഒഴുകുന്നു. ഈ സമയം തന്നെ സംഭവിക്കട്ടെ. കൈയടിച്ച് നന്നായിട്ട് കൈയടിച്ചേ. ആമേൻ. യെസ്, the mighty power. വിശ്വസിച്ച് കൈയടിച്ചേ. കർത്താവെ, ഞാൻ കൈയടിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കുന്നു. കെട്ടുകൾ അഴിയുന്നു. രോഗപീഠകൾ സൗഖ്യപ്പെടുന്നു. കൈയടിക്കുമ്പോൾ തന്നെ സംഭവിക്കും. പൗലോസും ശീലാസും കൈയടിച്ച് പാടിയതുപോലെ തടവറയുടെ നടുവിൽ കിടന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ കർത്താവെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഞങ്ങളുടെ ബന്ധങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. ഞങ്ങൾക്ക് സ്വസ്ഥത നൽകണമേ. കൈയടിച്ച് ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പടാമോ? ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പഠിക്കേ പഠിക്കേ. ദൈവത്തിന്റെ ശക്തി, യെസ്, പരിശുദ്ധാത്മശക്തി, യെസ്, അഗ്നിനാവുകളായി പടരുന്നു. ആമേൻ, ആമേൻ. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. സംഭവിക്കട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ആമേൻ. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഭീകരത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ അടഞ്ഞ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കും. ആമേൻ. വരണ്ടുവറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ സംഭവിക്കുന്നു. ആമേൻ. കരങ്ങൾ ഉയർത്തി കൈകളടിച്ച് കാറ്റായി വാ റുഹായേ. പാടി പാടി റുഹാ പഠിക്കേ. റുഹായേ, കാറ്റടിക്കട്ടെ. തീ കത്തട്ടെ.
ഓ ഹോളി സ്പിരിറ്റ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി റൂഹ. സകല വൈശാചിക പീഡകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ the mighty power, the mighty anointing, ദൈവമേ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. the mighty power ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കും. സകല കെട്ടുകളും കർത്താവ് അഴിക്കുന്നു, സകല കെട്ടുകളും കർത്താവ് അഴിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് പ്രകടമാകുന്ന അനുഭവങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ്, ഈ ആലയത്തിൽ വന്ന ഓരോരുത്തരിലും അത്ഭുത പ്രവൃത്തികൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ കർത്താവേ, സംഭവിക്കട്ടെ കർത്താവേ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അനേകരുടെ നാവിൽ കർത്താവ് നൽകുന്ന ഭാഷാവരത്തിന്റെ കൃപ, അനേകരുടെ ശരീരം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു കഴിഞ്ഞ അഭിഷേകം ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ നിന്റെ മേൽ അത്ഭുതകരമായ ദൈവിക പ്രവർത്തികളാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരിൽ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ്. സിനി എന്ന സഹോദരിയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. കാലിന് വേദന മൂലം നിൽക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഉപ്പൂറ്റ് വേദനയുള്ള ഒരു സഹോദരനെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈശോ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു. ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. ശാരീരികമായിട്ട് വലിയ വേദന 2-3 ദിവസമായി കാരണമില്ലാതെ ശരീരത്തിൽ വലിയ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിന്റെ കാരുണ്യം നിന്റെ ശരീരത്തിൽ ഒഴുകുന്നു. 2-3 ദിവസമായി ആ സ്ത്രീ വലിയ ഭാരത്തിലാണ്. കാരണം അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാൽ ഈശോ ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് നിന്റെ ശരീരത്തിന്റെ അധികാരം ഈശോയ്ക്കാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത് ഏറ്റെടുക്കാൻ കർത്താവ് നിന്നെ ക്രമീകരിക്കുന്ന സമയമാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ടിജോയെ ഈശോ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം ഇവിടെ നിൽക്കുന്ന ആരോ അത്രമേൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടട്ടെ. ഇമ്മാനുവേലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. സാബുവിനെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. കണ്ണുനീര് കാണുന്ന കർത്താവ് ഓരോരുത്തരിലും ഇടപെടുന്നു. കണ്ണുനീര് കാണുന്ന കർത്താവ്, ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് കർത്താവ് കണ്ട് ആ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് ജെറമി 29:11 ആ മകൾക്കൊരു സമ്മാനം പോലെ വചനം നൽകുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥയിൽ നീ തളരാൻ പാടില്ല. നീ ഒരിക്കലും ഒരു പ്രശ്നത്തിന്റെ മുമ്പിലും വീണു പോകാൻ പാടില്ല. കാരണം കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, അത് ഏറ്റെടുക്കുക. എന്നെക്കുറിച്ച് പദ്ധതിയുള്ള ദൈവമേ, അതെന്നിൽ സംഭവിക്കട്ടെ. കർത്താവെ, എന്നെ നയിക്കണമേ, വിശുദ്ധീകരിക്കണം. ഓരോ വ്യക്തിയിലും കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുക. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. തുടർന്ന് സാധിക്കുന്നവർ അടുത്ത് നിൽക്കുന്നവരുടെ കൈകൾ ഒന്ന് ചേർത്ത് പിടിക്കുക. അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൈ ചേർത്ത് പിടിച്ചു. കത്തോലിക്ക സഭയിലെ ശക്തമായ ഒരു ഡെലിവറൻസ് പ്രയറാണ് വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന. നമുക്കതൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ദുരാത്മാക്കളുടെ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ.
കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവനൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ, 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 വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. രണ്ട് കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് ക്രൂശിൽ കണ്ടു നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിന്റെ സ്നേഹത്തെ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിൽ നിനക്ക് വേണ്ടി തൂങ്ങപ്പെട്ട ഈശോയുടെ മുഖം ഈ ഭൂമിയിൽ നിന്റെ ജീവിതത്തിൽ എന്നും നിന്റെ മുമ്പിൽ മായാതെ മറയാതെ നിൽക്കേണ്ട ചിത്രം. കുരിശിൽ തൂങ്ങപ്പെട്ട ഈശോയുടെ മുഖം. ഈശോയെ, എനിക്ക് വേണ്ടിയാണ് കുരിശിലേറിയത്, എന്നെ നീ ഇത്രമേൽ സ്നേഹിക്കുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. യേശുവേ, ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ഉള്ളിന്റെ ഉള്ളിൽ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച്, കർത്താവേ, ഈ കുരിശ് എൻ്റെ ജീവിതത്തിൽ എന്നും ഒരു മുദ്രയാണ്. ആർക്കും തകർക്കാൻ പറ്റാത്തൊരു ബന്ധമാണ്. ഈ ഭൂമിയിലെല്ലാം നഷ്ടപ്പെട്ടാലും ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു ബന്ധം, അത് യേശുവുമായിട്ടുള്ള ബന്ധമാണ്. കരങ്ങൾ കൂപ്പി കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഹൃദയഭാരം നിമിത്തം, മാനസിക ദുഃഖം നിമിത്തം വീടിന് പുറത്തിറങ്ങാതെ അടച്ചിട്ട വാതിലിനുള്ളിൽ ജീവിതം നഷ്ടപ്പെട്ടു, നശിച്ചു എന്ന് ചിന്തിച്ചു കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ. ആരെങ്കിലും നാണക്കേട് നിമിത്തം ഏതെങ്കിലും ജീവിത സാഹചര്യം നിങ്ങൾ ഒളിച്ചോടിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങുമെന്നറിയാതെ ഹൃദയഭാര നിമിത്തം വിഷമിച്ച് കഴിയുന്നവരുണ്ടാവും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. വഴി ദൈവം തുറക്കും. കുരിശിൽ തുറക്കപ്പെട്ടൊരു വഴിയുണ്ട്. സകലമാന ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കുരിശിലുണ്ട്. നിന്റെ ഏത് ഭാരത്തിൻ്റെ മുമ്പിലും നീ അത് ആശ്രയിച്ചോണം, വിശ്വസിച്ചോണം. കുരിശ് നിന്റെ മുമ്പിൽ അത് വഴിയാണ്. ഇത് ദൈവം നിനക്ക് വേണ്ടി സ്നേഹം വെളിപ്പെടുത്തിയ സ്ഥലമാണ്, മണ്ണാണ്. വിശ്വസിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ സകലമാന അനുഭവങ്ങളെ ഞാൻ അപ്രകാരം തന്നെ തിരിച്ചറിയുന്നു. നമ്മൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ദൈവം പ്രവർത്തിക്കുന്നത്.
അനേകരുടെ മനസ്സിൻ്റെ ഭാരത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. റാണി എന്നുള്ളൊരു പേര് കർത്താവ് വെളിപ്പെടുത്തി നൽകുന്നു. സഹോദരി, കർത്താവ് ആ മനസ്സിൻ്റെ ഭാരത്തിൽ ഇടപെടുന്നു. ദിവസവും ജീവിത പങ്കാളിയോട് വഴക്കിട്ട് ജീവിതം ഒരു നരകതുല്യമാണല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ച് കഴിയുന്ന സഹോദരി, കർത്താവ് സഹോദരിയിൽ ഇടപെടുന്നു. ഈ ഭൂമിയിൽ നീ സ്ഥാപിക്കേണ്ട ബന്ധം യേശുവിനോടാണെന്ന് ഇതാ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ വ്യക്തിയുടെയും ചെവിയിൽ വന്ന് കർത്താവ് പറയുന്നു, ഈശോയ്ക്ക് നിന്നെ അത്രമേൽ സ്നേഹമാണ്. ആരെല്ലാം നിന്നെ വെറുത്താൽ ഈശോ നിന്നെ വെറുക്കത്തില്ല. കാരണം ഈശോ നിന്നെ സ്നേഹിക്കുന്നത് നീ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. കുറവുകളുള്ള പോരായ്മകളുള്ള നിന്നെയാണ് ഈശോയ്ക്ക് ഇഷ്ടം. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നടുവ് വേദന നിമിത്തം വളരെ അസഹ്യമായിട്ട്, ചെറിയ നടുവേദനയല്ല, അസഹ്യമായ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുകയും ഒരടയാളം പോലെ ആ വ്യക്തിയുടെ നടുവിൻ്റെ ഭാഗത്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് തന്നെ ഒരു ഐസ് കട്ട വയ്ക്കുന്നത് പോലെ തണുത്ത ഒരനുഭവം ലഭിക്കുന്നു. ഒരടയാളം കർത്താവ് നൽകുകയാണ്. പൈലി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സഹോദരനെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. പ്രായമുള്ള ഒരു അപ്പച്ചനെയാണ്. മക്കളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കാരുണ്യമാണ് അപ്പച്ചനിലേക്ക് ഒഴുകും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയുടെ കാരുണ്യമാണ്. കുടുംബത്തിലെ ഒരു മരണത്തിന് ശേഷം താളം തെറ്റിയ അവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബ അംഗത്തെ കർത്താവ് കൈക്ക് പിടിച്ച് ബലം കൊടുക്കുന്നു. നീ ഇങ്ങനെ ഹൃദയഭാരത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താകും? കർത്താവ് നിന്നെ ബലപ്പെടുത്തുകയാണ്. ആത്മഹത്യ ചിന്തയിൽ നിന്ന് കർത്താവ് അനേകരെ വിടുവിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു ജോലി അല്ല എന്നുള്ള നിരാശയിൽ നിന്ന് കർത്താവ് വിടുവിക്കുന്നു. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ച് നമുക്ക് മുട്ടുകുത്താം. കരങ്ങൾ കൂപ്പി നമുക്ക് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ, ഈശോയെ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും അത്ഭുതകരമായി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും